ഇവര് ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പോലും സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സുകളെല്ലാം ഇവറ്റകളുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. ആ 253 പേര് രണ്ട് കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടണം. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനയായ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കിന്റെ കുറച്ച് ആളുകളെ ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നും 253 പേരാണ് അറസ്റ്റിലായത്. ആ 253 പേരിൽ നമ്മുടെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ ഉണ്ട് എന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. കാരണം ഇവിടെ കേരളം എന്ന് പറയുന്ന തീവ്രവാദികൾ ഹബ്ബായി മാറിയിരിക്കുകയെന്ന് പറയുമ്പോൾ അതിനിടയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തീവ്രവാദികൾ ഹബ്ബല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ വെളുപ്പിക്കലിൽ നിന്നും ഒരർത്ഥമില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിലെ പകുതി ആളുകളും മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ പോലെ ആയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ നെറ്റ്വർക്കിംഗ് നടക്കുന്നുണ്ട്. അതൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ടീമുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന പല ആളുകളും ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യൻ ആളുകളാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. കൃത്യമായിട്ട് അവർക്ക് ആധാർ കാർഡും അതേപോലെ തിരിച്ചറിയൽ കാർഡുകളും എല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മറ്റൊരു ടീമും ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോഴും പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ അലമുറയിട്ട് കരയാറുണ്ട്. അവർക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ തീർച്ചയായിട്ടും സമർപ്പിക്കുന്നത്. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് ഇന്ത്യയിലുടനീളം ഗ്രൈനേഡ്, IED, പെട്രോൾ ബോംബ് ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര ശൃംഖലയാണ് ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് എന്നാണ് ഇവർ പറയുന്നത്. ഇത് അധികൃതർ പറഞ്ഞതാണ്. ഇത്രയും വലിയ 253 പേരെ പിടിച്ചു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ അമിത് ഷായാണ് ഈ ഒരു വലിയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ഷഹസാദി ഭട്ടി നെറ്റ്വർക്ക് ഇവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഒന്നും അല്ല കേട്ടോ, സോഷ്യൽ മീഡിയ അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഇതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വരെയും ഇവർ ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 14 സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിലൂടെ ഈ ശൃംഖലയിലെ 253 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അമിത് ഷാ പറഞ്ഞിട്ടുണ്ട്. സംഘത്തിൽ നിന്ന് IEDകൾ, പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രൈനേഡുകൾ, പിസ്റ്റളുകൾ എന്നിവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ഭീകരതയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ മുന്നിലുള്ള ആളുകൾ ആരും യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളല്ല എന്ന് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതിലൂടെ. കാരണം മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ ഈ ഇടയ്ക്ക് കുറച്ചധികം കേരളത്തിൽ വരുന്നുണ്ട്. അവർ സമൂഹ മാധ്യമത്തിലൂടെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്ന് അവരുടെ ഭാഷ്യം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത്തരക്കാരെ പ്രവർത്തിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവർ ഗ്രൂപ്പുകളായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് ആയിട്ട് അവരുടെ ആ ഒരു ശൃംഖല അവർ വ്യാപിപ്പിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അറ്റാക്ക് നടന്നാൽ ഫസ്റ്റ് തന്നെ ഇവര് ആദ്യമേ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി മീറ്റ് സംസാരിക്കുകയൊന്നല്ല ചെയ്യുന്നത്. ഇവര് ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പോലും സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സുകളെല്ലാം ഇവറ്റകളുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. സനൂഫ് എന്ന് പറഞ്ഞ ഒരാളെ പിടികൂടിയതും ഇതിന് മറ്റൊരു ഭാഗം തന്നെയാണ്. കാരണം നിരവധി കമന്റുകൾ ഇട്ട് അത് വ്യത്യസ്തമായിട്ടുള്ള ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച കമന്റുകൾ ഇടുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ഒരിക്കലും ഇവർ പിടിക്കപ്പെടുകയില്ല. ഇനി സനൂഫിനെ ഒന്നുകൂടി ചോദ്യം ചെയ്താൽ ചിലപ്പോൾ സനൂഫ് ഇതിന്റെ ഭാഗമാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്താണെങ്കിലും കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്താനും ചാരപ്പണിക്ക് CCTV ക്യാമറകൾ സ്ഥാപിക്കാനും ഈ ഭീകര സംഘടന പ്രാദേശിക ഏജന്റുമാർക്ക് പണം നൽകിയിരുന്നതായി അധികൃതർ പറയുന്നു. അപ്പോൾ ഒറ്റക്കാരും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കണം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 253 പേരെ പിടിച്ചു നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ തീവ്രവാദികളെ പിടിച്ചതെന്ന് കൂടി നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിൽ നിന്ന് 62 പേര്, ഹരിയാനയിൽ 52 പേര്, ദില്ലിയിൽ 51 പേര്, പഞ്ചാബിൽ 44, രാജസ്ഥാനിൽ 15, മഹാരാഷ്ട്രയിൽ 8, ഉത്തരാഖണ്ഡ് 5, കർണാടകയിൽ, ഗുജറാത്ത്, ബീഹാർ എന്നിവയിൽ 3 വീതം ആളുകളെയാണ് പിടിച്ചത്.
തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് 2 പേരാണ് പിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ 2 പേര് ഇതിന്റെ പിടിയിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇവിടെ തീവ്രവാദം മുള പൊട്ടിയിരുന്നിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം ഈ 2 പേര്, ആ 2 പേര് ഇവിടെ ഉണ്ട്. ആ 2 പേര് എന്തോരം ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഈ മതത്തിന്റെ വിത്തുകളും തീവ്രവാദത്തിന്റെ വിത്തുകളും അവരിലേക്ക് പാകിയിട്ടുണ്ട്. ഒരു വിഭാഗീയത അവരെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാവും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തായിരുന്നു എന്ന്. ദില്ലിയില് നമ്മളുടെ ഏറ്റവും വലിയൊരു സ്ഫോടനം നമ്മൾ കണ്ടതാണ്. അതായത് ചാവേറായിട്ട് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, ഒരു കാറിൽ വരുന്നു, ആ കാറ് പൊട്ടിത്തെറിക്കുന്നു. അതുമായി IED, പെട്രോൾ പമ്പ് ബോംബുകളാണ് അവിടെ യൂസ് ചെയ്തത്. ആ ഒരു അന്വേഷണം എത്തി നിന്നത് എവിടെയാണ്? വൈറ്റ് കോളർ ടെററിസം ആണ്. കാരണം നമ്മുടെ വൈറ്റ് കോളർ ടെററിസം എന്നൊരു വാക്ക് അവിടെ സുപരിചിതമായത് ആ ഒരു സംഭവത്തിലൂടെ ആയിരുന്നു. കാരണം വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് സാധാരണ തീവ്രവാദികൾ നടക്കുന്ന പോലെയൊന്നല്ല. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരായിരിക്കും, ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരായിരിക്കും, ആക്ടിവിസ്റ്റുകളായിരിക്കും, ചിലപ്പോൾ സിനിമാ നടന്മാരായിരിക്കും, രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും, ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചർമാരായിരിക്കാം. അങ്ങനെ പല പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന കണ്ണികൾ. കാരണം ഇങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, സമൂഹത്തിൽ പെട്ടെന്ന് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇവരിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് എല്ലാം പിടിയിലായത്. ഭൂരിഭാഗം ഡോക്ടേഴ്സ് സംശയത്തിന്റെ കുന്തമുനയിൽ നിൽക്കാൻ കാരണം തന്നെ ഇതാണ്. അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഷർസീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീനെ അറസ്റ്റ് ചെയ്തത്. കാരണം ആ ലേഡിക്ക് ഈ ചാവേറായി പോയ മുഹമ്മദ് നബിയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇനി അതിൽ നിന്ന് മാറി നമുക്ക് നാസിക്കിലെ TCSലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മതപരിവർത്തനം നടത്തിയതിൽ അറസ്റ്റിലായ നിത ഖാൻ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ നിത ഖാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് നമ്മുടെ ഈ അൽഫല യൂണിവേഴ്സിറ്റി അറസ്റ്റിലായത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു ലേഡി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ കണക്ഷൻ ഏത് രീതിയിലാണ് ഇവിടെ പോകുന്നത്? തീവ്രവാദം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പൊട്ടിത്തെറിച്ച ചാകൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ തീവ്രവാദം എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ച ചാകലല്ല, നമ്മുടെ പല മേഖലകളും അവർ കൈകടത്തി കളഞ്ഞു. മതപരിവർത്തനം, വിഭാഗീയത, അങ്ങനെ തമ്മിത്തല്ലി മുട്ടനാടുകളെ തമ്മിത്തല്ലി ചോര കുടിക്കുന്ന ചെന്നായിക്ക് തുല്യമായിട്ട് ഇപ്പോൾ അവർ നമുക്കിടയിൽ നമ്മൾ ഒരാളായിട്ടും നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് പോലും ചിലപ്പോൾ അവർ നിലനിൽക്കുന്നുണ്ടാവും. ഈ ഒരു നെറ്റ്വർക്കിന്റെ പേരാണ് ഷഹസാദി ഭട്ടി നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ ഇനി ഈ നെറ്റ്വർക്ക് എത്രത്തോളം ഇവിടെ ഇനി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ ഉണ്ടോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. 253 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 253 പേര് 2 കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടണം തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ കേരളം തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണിത്. ഷഹസാദി ഭട്ടി നെറ്റ്വർക്കിനെതിരെ 80-ലധികം FIRകളും 200-ലധികം അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പോലീസ് പ്രതിരോധ സേനകളുമായി ബന്ധപ്പെട്ട കേന്ദ്രം നിരീക്ഷണം നടത്താനും ചാരപ്പണിക്ക് CCTV ക്യാമറകൾ സ്ഥാപിക്കാനും ഒക്കെ ഈ ഭീകര സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പിടിപാട് ചില്ലറയൊന്നുമല്ല. കാരണം ഇവർ അവിടെയുള്ള ചാരപ്പണിക്ക് വേണ്ടിയിട്ട് ഇവർ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, കൈമണി കൊടുത്തിട്ടുണ്ടാവും. ഈ കൈമണി കൊടുക്കാനും റിക്രൂട്ട് ചെയ്യാനും ഇത്രയും ആളുകളിലേക്ക് ഇവർ ഒഴുക്കിയെത്താനും വിദേശ ഫണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ വിദേശ ഫണ്ട് ഇവിടേക്ക് കുത്തനെ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FCRA ഭേദഗതി ബില്ല് വരെ ഇവിടെ കൊണ്ടുവരാൻ തയ്യാറായത്, അതായത് പാസ്സായത്. പക്ഷെ ആ FCRA ബില്ലിനെ ഇവർ ഏകകണ്ഠമായി എതിർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വിദേശ ഫണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തീവ്രവാദ പ്രവർത്തനവും മതപരിവർത്തനവും അതേപോലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റുകയില്ല. ആ ഒരു ബില്ലിനെ ഡൈവേർട്ട് ചെയ്ത് ആളുകൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഇവർ സ്വയം ശ്രമിച്ചത്. പാകിസ്ഥാൻ സ്വദേശി എന്ന് സംശയിക്കുന്നയാളും പാക് ഭീകരരുമായി ബന്ധമുള്ള ഉത്തർപ്രദേശ് സ്വദേശിയും പിടിയിലായവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഈ പാകിസ്ഥാൻ സ്വദേശി എന്ന് സംശയിക്കുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് അവരെങ്ങനെ ഇവിടെ എത്തി? അതും നമ്മുടെ വ്യക്തമായിട്ടുള്ള, അതായത് ബംഗ്ലാദേശിനെ കുറച്ച് പറഞ്ഞാൽ ബംഗ്ലാദേശിയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ബംഗ്ലാദേശി ആണെങ്കിലും ഇവിടുത്തെ ബംഗാളികൾ എന്ന ലേബലിലാണ് അവർ പണിയാനൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറഞ്ഞ ശമ്പളത്തിൽ അവർക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്, ഇന്ത്യനെ മുച്ചൂട് മുടിപ്പിക്കുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരിക്കും പലയിടത്തും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ ഇതിന് ഉറവിടം അന്വേഷിച്ച് പോകുമ്പോഴാണ് ബംഗ്ലാദേശികളാണ് യഥാർത്ഥത്തിൽ ബംഗാളികൾ എന്ന് പറഞ്ഞ് ഇവിടെ ജോലിക്ക് വന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അവരൊക്കെ അറസ്റ്റിലായിരിക്കുന്നത് ലഹരി പദാർത്ഥം യൂസ് ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഒന്നും കൂടി ആല് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ കൈവശം ഇരിക്കുന്നത് എന്താണെന്നും അവരെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ നമുക്ക് ഒന്നും കൂടി വ്യക്തമാകുന്നതാണ്. എന്താണെങ്കിലും ഈ ഷഹസാദി ഭട്ടിന്റെ ഈ പ്രവർത്തനം മെയിൻ ആയിട്ടും ഗൾഫ്, പാകിസ്ഥാൻ മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. കാരണം ഈ സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ നിരവധി അക്രമങ്ങളുടെ സൂത്രധാരനാണ് ഈ ഭട്ടി എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ
ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും, അതായത് ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യ ഒരിക്കലും സുരക്ഷിതമല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെയാണ് ഇവർ ഈ നെറ്റ്വർക്കിന് വേണ്ടി ആളുകളെ സ്വരുക്കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ 61, 51, ഈ 14 സംസ്ഥാനങ്ങളിൽ ഇത്ര 253 പേര് ഇവർ പിടിയിലായിട്ടുണ്ടെങ്കിൽ ഈ 253 പേർക്ക് ഇവർ എന്തൊക്കെ കാണിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ പണം കൊടുത്തിട്ടായിരിക്കുമല്ലോ മെയിൻ ആയിട്ടും. ആ പണം എവിടെ നിന്നാണ് ഇവർക്ക് വന്നത്, വിദേശ ഫണ്ടിങ് വന്നത് എവിടെ നിന്നാണ്, ആരാണ് ഇതിന്റെ പിന്നിൽ, ഇത്രയും ആളുകളെ ഈ സമൂഹ മാധ്യമത്തിൽ ഏതിലൂടെയാണ് ഇവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ അന്വേഷിച്ച് വരും ദിവസങ്ങളിൽ 253 ചിലപ്പോൾ 300 ആകാം, 400 ആകാം. എന്താണെങ്കിലും ഇവിടുത്തെ തീവ്രവാദത്തെ മുച്ചൂട് മുഴിപ്പിക്കണം. കാരണം ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ ഒറ്റുകൊടുക്കുന്ന ഇത്തരക്കാരെ ഇനി പുറലോകം കാണിക്കാത്ത രീതിയിൽ, മറ്റാരും ഇതിലേക്ക് വരാത്ത രീതിയിൽ കഠിനമായ ഒരു ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം.